അപ്പോൾ നമ്മൾ നാളെ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ കാണാനുള്ള സാവകാശം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇന്ന്, പിന്നെ നാളെ വൈകിട്ടായാൽ നമ്മുടെയൊക്കെ സ്വഭാവം മാറും. മറ്റന്നാൾ എല്ലാവരും പോവും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഒന്ന് കാണുക. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും പറയാനുണ്ടായിട്ടല്ല. ബേസിക്കലി നമ്മളൊരു അവലോകനം കഴിഞ്ഞ 2 മാസമായിട്ട് എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഇതുവരെ കണക്കനുസരിച്ച്, പോലീസിൻ്റെ കണക്കനുസരിച്ചിട്ട് 51 ലക്ഷം തീർത്ഥാടകർ ഇവിടെ എത്തിയെന്നാണ് കണക്ക്. അത് 12-ാം തീയതി വരെ മാത്രം. 12-ാം തീയതി വരെ 51 ലക്ഷം പേരാണ് മല കയറിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 48 ലക്ഷമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ മണ്ഡലപൂജയും മകരവിളക്കും കൂടെ ചേർത്ത്, മകരവിളക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇന്നലെ വരെ ഉള്ളത് ചേർത്തിട്ട് നമുക്ക് 429 കോടി രൂപ വരുമാനമുണ്ട്. ആസ് അഗൻസ്റ്റ് എത്രയെന്ന് പറഞ്ഞത് 380. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 380 കോടി രൂപയായിരുന്നു വരുമാനം. ഇപ്രാവശ്യം 429 കോടിയാണ് ഇന്നലെ വരെ ഉള്ള വരുമാനം. ഇത്രയും പൊതുവായ 2 കണക്കുകൾ. ഇനി പിന്നെ മകരവിളക്കിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാണ്. അവിടുന്ന് നിങ്ങൾക്കറിയാം, എന്താണ്, തിരുവാഭരണ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. മകരവിളക്ക് കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മരാമത്ത് തന്നെ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ബാരിക്കേഡ്സൊക്കെ ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും എരുമേലി വഴിയുള്ള കാനനപ്പാതയിൽ കുറച്ച് ആളുകൾ കൂടുതലാണ്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട് അവിടെ. എങ്കിലും കുറേശ്ശെ ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. വേറെ പ്രശ്നങ്ങളില്ല. അവർക്ക് ഉള്ള ഉച്ചഭക്ഷണം എല്ലാം ഇവിടെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാളെ വേറെ 1-2 ഇഷ്യൂസ് ഉള്ളത്. നാണയം എണ്ണി തീർന്നില്ല എന്ന് ചില വാർത്തകൾ കണ്ട് ശരിയുമാണ്. ഈ കോയിൻസ് എണ്ണി തീരുന്നില്ല. അത് ഇടയ്ക്ക് നിർത്തി വെച്ചിട്ട് എണ്ണണമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെയില്ല, നിർത്തി വയ്ക്കുന്നില്ല. കൂടുതൽ ആളുകളെ കൂടി പല സ്ഥലത്തുനിന്നും ക്ഷണിച്ചു വരുത്തി, ജോലിക്കാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അഗ്രസീവായിട്ട് 20-ാം തീയതി കൊണ്ട് തന്നെ നാണയം എണ്ണി തീർക്കാനുള്ള ഒരു തീവ്രയത്ന പരിപാടിയിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തിയിട്ട് 20-ാം തീയതി കൊണ്ട് തന്നെ നാണയം എണ്ണി തീരുമെന്നാണ് പ്രതീക്ഷ. ഏറി വന്ന ഒരു ദിവസം കൂടെ എണ്ണേണ്ടി വരും. പിന്നുള്ളത് നാളെ ഹരിവരാസന അവാർഡാണ്. 10 മണിക്ക് തിരുവിഴ ജയശങ്കർക്ക് അവാർഡ് കൊടുക്കും. ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി ഇന്നെത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥലം MP, MLA എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടി. ഇന്ന് തിരുവിഴ ജയശങ്കർ ഇവിടെ വന്ന് നാദസ്വരം വായിക്കുന്നുണ്ടോ ഉണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടില്ല ഇതുവരെ. വന്നാൽ അദ്ദേഹം ഒരു ചെറിയ പരിപാടി അവതരിപ്പിക്കും. നാളെ പരിപാടി അവതരിപ്പിക്കാൻ സമയമില്ല. അപ്പോൾ നാളെ 10 മണിക്കാണ് അവാർഡ്. അതിൻ്റെ ഗവൺമെൻറ് മറ്റ് ക്രമീകരണങ്ങൾ, അവാർഡ് തുകയൊക്കെ ആയിട്ട് ആളുകൾ തിരിച്ചിട്ടുണ്ട്. ആ പരിപാടി വിജയിപ്പിക്കണം. പിന്നെ ഒരു 1-2 ചില വിജിലൻസ് കേസുകളൊക്കെ ആടിയ ശിഷ്ടം നെയ്യെപ്പറ്റിയൊക്കെ നേരത്തെ വാർത്തകളൊക്കെ വന്നു. അത് ഒരു സുനിൽകുമാർ പോറ്റി എന്നൊരാളെ ഞങ്ങൾ ഇന്നലെ ബോർഡ് തന്നെ സസ്പെൻഡ് ചെയ്തു, വിജിലൻസ് പറഞ്ഞിട്ട്. ഇന്നത് കോടതിയിലും വന്നിട്ടുണ്ട്. അത് കൂടുതൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം, അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പും ഈ വർഷത്തിൻ്റെ കാര്യങ്ങളുടെ ഒരു അവലോകനവും പ്രത്യേകമായിട്ട് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 6-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടത്തണം എന്ന് വിചാരിക്കുകയാണ്. ഫെബ്രുവരി 6-ന് ഈ വർഷത്തെ നടത്തിപ്പിലെ അവലോകനവും അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പും ആദ്യമായിട്ട് ഫെബ്രുവരി മാസത്തിൽ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അത് ഒരു പുതുമയുള്ളതും ആവശ്യമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ തുടങ്ങി പിന്നെ കയ്യിൽ കിട്ടാത്ത ദിവസങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ഫെബ്രുവരി തൊട്ട് തന്നെ ആരംഭിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അടുത്ത വർഷത്തെ പരിപാടികൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പോലീസ്, ഫോറസ്റ്റ്, ഹെൽത്ത്, KSRTC, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവരെല്ലാം പ്രത്യേകവും ബോർഡ് ഈ അവലോകന യോഗത്തിന് മുന്നോടിയായിട്ട് കാണുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വംകാർക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കും. അങ്ങനെ ഫെബ്രുവരി 6-ാം തീയതിയോടുകൂടി അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു പ്രാരംഭം കുറിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പ്രധാനമായിട്ട് പിന്നെ ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 60 ദിവസമായിട്ട് ഇവിടെ താമസിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ദേവസ്വം ബോർഡ് ജീവനക്കാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ, പോലീസ്, ADGPക്കാണെങ്കിൽ ഇന്നലെ വീണ് പരിക്കും പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം താഴെ ഉണ്ട്, പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
ADGP, അതുപോലെ തന്നെ ഫയർ തുടങ്ങി ഹെൽത്ത്, വാട്ടർ അതോറിറ്റിക്കാർ, ഫുഡ് സേഫ്റ്റിക്കാർ, ജില്ലാ കളക്ടറുടെ സംവിധാനം തുടങ്ങി ഒരുപാട് പേര്, ക്ലീനിങ് സ്റ്റാഫ്, എല്ലാവരോടും ദേവസ്വം ബോർഡിന് വേണ്ടി നന്ദി പറയാനും വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഏകോപിതമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ മണ്ഡല പൂജ മകരവിളക്ക് കാലം കടന്നുപോയത്.